നമ്മൾ വീണ്ടും തങ്കയങ്കി ചാർത്തിയുള്ള ഘോഷയാത്ര തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്രയുടെ വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര ഇപ്പോൾ ചെട്ടിമുക്ക് തിരുവഞ്ചാം കാവ് ദേവീക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. 25-ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, ഇപ്പോൾ ചെട്ടിമുക്ക് ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ നിന്നും സ്വീകരണം വാങ്ങി എപ്പോഴായിരിക്കും വീണ്ടും യാത്ര പുനരാരംഭിക്കുക? ഘോഷയാത്രയുടെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര ഇപ്പോൾ ചെട്ടിമുക്ക് തിരുവഞ്ചംകാവ് ദേവീക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നു. രാവിലെ 7 മണിക്ക് ശേഷമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര ആരംഭിച്ചത്. വലിയ ജനാവലി ഈ ഘോഷയാത്രയെ അനുഗമിച്ചിരുന്നു ആദ്യ സമയത്ത്. അതിന് ശേഷം നമ്മൾ കണ്ടതാണ്, റോഡിന് ഇരുവശങ്ങളിലുമായി തിങ്ങി നിറഞ്ഞ ജനങ്ങൾ ഭക്തിയോടുകൂടി ഈ ഘോഷയാത്രയ്ക്ക് സ്വീകരണം അരുളുന്നത് നമ്മൾ കണ്ടതാണ്. പോലീസ് അകമ്പടിയോടുകൂടിയാണ് തങ്കയങ്കി ഘോഷയാത്ര പുരോഗമിക്കുന്നത്. 25-ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപായി സന്നിധാനത്ത് എത്തിച്ചേരും ഘോഷയാത്ര. അന്നേ ദിവസം ഉച്ചയോടുകൂടി പമ്പയിലേക്ക് എത്തും. രാവിലെ നിരക്കലിൽ അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ വഴിയോരങ്ങളിലെ ജനങ്ങളുടെ സ്വീകരണവും കൂടി. മിഥുൻ, വിവരങ്ങൾ. നെടുമ്പ്രയാൽ ക്ഷേത്രത്തിലേക്കാണ് ഇനി ഘോഷയാത്രയുടെ പ്രയാണം. രാവിലെ 8:30യോടുകൂടി നെടുമ്പ്രയാൽ ക്ഷേത്രത്തിൽ എത്തുമെന്നായിരുന്നു മുൻകൂട്ടി നിശ്ചയിച്ച സമയക്രമപ്രകാരം തീരുമാനിച്ചിരുന്നത്. പക്ഷേ 15 മിനിറ്റ് വൈകിയാണ് ഘോഷയാത്ര പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. 8:30യോടുകൂടി നെടുമ്പ്രയാൽ ക്ഷേത്രത്തിൽ എത്തേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നെടുഞ്ചങ്കാവ് ക്ഷേത്രത്തിലാണ്. ഇനി ഇവിടെ നിന്നുമുള്ള വരവേൽപ്പും സ്വീകരണവും എല്ലാം ഏറ്റുവാങ്ങിയതിനു ശേഷം തിരുവഞ്ചങ്കാവ് ദേവി ക്ഷേത്രത്തിൽ നിന്നുള്ള വരവേൽപ്പും മറ്റും സ്വീകരണങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം നെടുമ്പ്രയാൽ ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര എത്തും. നെടുമ്പ്രയാലിൽ 1 മണിക്കൂർ വിശ്രമമുണ്ട്. രാവിലത്തെ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വിശ്രമം സജ്ജമാക്കിയിരിക്കുന്നത് അവിടെയാണ്. അതിനുശേഷം 9:30യോടുകൂടി വീണ്ടും ഘോഷയാത്രയുടെ തുടർ പ്രയാണം പുനരാരംഭിക്കും. വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് ഈ വീഥികളിലെല്ലാം ഉണ്ട്. കാത്തു നിൽക്കുന്ന കാഴ്ചകൾ കഴിഞ്ഞ നിമിഷങ്ങളിൽ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഭക്തജനങ്ങളുടെ ബാഹുല്യം എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടതാണ്. ആ ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ഈ ഘോഷയാത്ര കൂടുതൽ വേഗതയിലേക്ക്, കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നത്. ഓരോ ഭക്തജനങ്ങളും റോഡിന്റെ ഇരുവശങ്ങളിലും ഒപ്പം വീടുകളിലും സ്ഥാപനങ്ങളിലും കടകളിലും എല്ലാം കാത്തു നിന്നുകൊണ്ട് ഘോഷയാത്രയെ വണങ്ങുന്നതിന് ഒരു തങ്കയങ്കി ദർശിക്കുന്നതിന് വേണ്ടിയൊക്കെ കാത്തുനിന്ന് മണിക്കൂറുകൾ കാത്തുനിന്ന് ഘോഷയാത്രയുടെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ വീണ്ടും കാണുന്നത്. നമുക്കറിയാം, തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ 1973 നൽകിയ തങ്കയങ്കി മണ്ഡലപൂജയ്ക്ക് ശബരിമല മുകളിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന പതിവ് എല്ലാ വർഷവുമുണ്ട്. മിഥുൻ, തുടരാം. യാത്രപൂർവം റോഡിന് ഇരുവശങ്ങളിലായി ഇപ്പോഴും നമുക്ക് ജനങ്ങളെ കാണാം. അവർ ഒരു നോക്ക് കാണാനും തൊട്ട് തൊഴാനുമായി തിരക്ക് കൂട്ടുന്നതും കുറച്ചു പേർ ഈ ഘോഷയാത്രയ്ക്കൊപ്പം ഓടുന്നതുമൊക്കെ തുടക്കം മുതൽ തന്നെ ദൃശ്യമായിരുന്നു. മിഥുൻ, കേൾക്കാമെങ്കിൽ മിഥുൻ തുടരാം. ഭക്തജനങ്ങളുടെ വലിയ സാന്നിധ്യമാണ് വഴിത്താറുകളിലെല്ലാം ഉള്ളത്. രാവിലെ നമ്മൾ കണ്ടതിന് സമാനമായ കാഴ്ചകൾ തന്നെയാണ് ഈ ഘോഷയാത്ര പ്രയാണം നടത്തുന്നത്. നിറപറയും നിലവിളക്കുമൊക്കെ ഒരുക്കി ഈ ഘോഷയാത്രയെ വരവേൽക്കുന്നതിന് വേണ്ടി നിലയുറപ്പിക്കുന്ന ഭക്തജനങ്ങൾ, തൊഴുകയോടുകൂടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾ, ആ ഭക്തജനങ്ങളുടെ സ്വീകരണമെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇപ്പോൾ ഘോഷയാത്ര നെടുമ്പ്രം ക്ഷേത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുകയാണ്. ഇപ്പോൾ എത്തിയിരിക്കുന്നത്
ചിത്തിമുക്കത്ത് തിരുവഞ്ചാങ്കാവ് ദേവീക്ഷേത്രത്തിലാണ്. അല്പസമയം ഇവിടെ ഘോഷയാത്ര ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് പറ സൗകര്യം ഒരുക്കുന്നതിനും അയ്യപ്പസ്വാമിക്ക് സമർപ്പിക്കുന്നതിനും ഒപ്പം തന്നെ പ്രസാദവും മറ്റും വാങ്ങുന്നതിനും ഘോഷയാത്രയെ വണങ്ങുന്നതിനും ഒക്കെയുള്ള സൗകര്യം ഈ ക്ഷേത്രത്തിൽ തിരുവഞ്ചാങ്കാവ് ദേവി ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇനി പോകേണ്ടത് നെടുമ്പ്രം ക്ഷേത്രത്തിലാണ്. നെടുമ്പ്രം ക്ഷേത്രത്തിൽ 8:30 ഘോഷയാത്ര എത്തിച്ചേരുമെന്നായിരുന്നു മുൻകൂട്ടി നിശ്ചയിച്ച സമയക്രമപ്രകാരം തീരുമാനിച്ചിരുന്നത്. പക്ഷേ 15 മിനിറ്റ് വൈകിയാണ് ഇപ്പോൾ ഘോഷയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ ഭാഗങ്ങളിൽ ഈ ഭക്തജനങ്ങളുടെ വലിയ ബാഹുല്യമാണുള്ളത്. ഭക്തജനങ്ങളുടെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന റോഡുകൾക്കിടയിലൂടെയാണ് ഈ ഘോഷയാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി സമയക്രമം നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച സമയക്രമപ്രകാരം തന്നെ ഘോഷയാത്ര മുന്നോട്ട് പോകാനുള്ള ശ്രമകരമായിട്ടുള്ള ദൗത്യം നടത്തുന്നുണ്ട്. 15 മിനിറ്റ് മാത്രമാണ് ഇപ്പോൾ വൈകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നെടുമ്പ്രം ക്ഷേത്രമാണ് ഇനി അടുത്ത ലക്ഷ്യം. നെടുമ്പ്രം ക്ഷേത്രത്തിൽ 1 മണിക്കൂർ ദർശനമുണ്ടാകും. ഭക്തജനങ്ങൾക്ക് തങ്കയങ്കി ദർശിക്കുന്നതിന് 1 മണിക്കൂർ സൗകര്യം അവിടെയുണ്ട്. രാവിലത്തെ ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് ഭക്ഷണവും മറ്റു കാര്യങ്ങളുമെല്ലാം ഘോഷയാത്രയോട് അനുഗമിക്കുന്ന ഉദ്യോഗസ്ഥർക്കും ഘോഷയാത്ര അനുഗമ സംഘത്തിലുള്ള ഭക്തജനങ്ങൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും എല്ലാം ഒരുക്കിയിരിക്കുന്നത് നെടുമ്പ്രം ദേവീക്ഷേത്രത്തിലാണ്. അവിടെ 1 മണിക്കൂർ വിശ്രമം. 9:30 നെടുമ്പ്രം ജംഗ്ഷനിൽ നിന്ന് വീണ്ടും പ്രയാണം ആരംഭിക്കും. എല്ലാ വഴിക്കാരുകളും ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ്. നമ്മൾ രാവിലെ കണ്ടതുപോലെ തന്നെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയ വഴിവീഥികളിലെല്ലാം തിങ്ങി നിറഞ്ഞ ആ ജനസാഗരം തന്നെ ഇപ്പോൾ ഈ ഘോഷയാത്ര കടന്നു പോകുന്ന പ്രയാണം നടത്തുന്ന വീഥികളിലെല്ലാം അതേപടി തന്നെ നിലനിൽക്കുന്നു. ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഘോഷയാത്രയെ അനുഗമിക്കുന്ന ഉദ്യോഗസ്ഥർക്കും ഭക്തജനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം സജ്ജമാക്കിക്കൊണ്ട് വിവിധ ക്ഷേത്രം ഭാരവാഹികളും ഭക്തജന സംഘടനകളും ഈ വഴിക്കാരുകളിലെല്ലാം ആവശ്യമായിട്ടുള്ള കുടിവെള്ളവും മറ്റു ചായയും മറ്റു കാര്യങ്ങളും എല്ലാം ആയിട്ട് മണിക്കൂറുകളിലും നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് മടങ്ങിയെത്താം. തങ്കയങ്കി ഘോഷയാത്ര